ഡെമോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഡെമോയിലേക്ക് പോകാം. ഡെമോ കാണിക്കുന്നതിന് സാറിന്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ നമുക്ക് ആ ഒരു ഡെമോയിലേക്ക് പോയി വരാലോ. സാറേ, നമുക്ക് ഇതിന്റെ ഡെമോ. തീർച്ചയായിട്ടും നമുക്ക് ഒരു ഹെവി ബ്ലീഡിങ്ങിന്റെ ഒരു സ്ത്രീക്ക് അതിന്റെ ഐഡിയൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് 50 ml മുതൽ 80 ml വരെയാണ് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് 50ന്റെയും 80ന്റെയും ഇടയ്ക്കുള്ള ഒരു അളവാണ് 60 ml. അതിന്റെ ഒരു സിറിഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഇത് 60 ml ആണ്. അത് 60 ml ഒരു സിറിഞ്ചാണ് ഇപ്പൊ സാർ എടുത്തിരിക്കുന്നത്. അപ്പം ഈ 60 ml നമ്മൾ ആദ്യം കെയർ ആൻഡ് സേഫ് എന്നൊരു പാഡ്, ഇതാണ് കെയർ ആൻഡ് സേഫിന്റെ നാപ്കിൻ. ഈ നാപ്കിൻ കണ്ടല്ലോ, ഇതൊരു എക്സൽ ആണ്. ഇതിന് വലിയ 2 ടൈപ്പാണുള്ള, ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സലും. ഇവിടെ കാണുന്ന ഒരു ഡിസൈൻ, ഇത് നാനോ ടെക്നോളജി മുഖാന്തരം ആഡ് ചെയ്തിരിക്കുന്ന 10-in-1 ടെക്നോളജി മുഴുവൻ ഇതിലുണ്ട്. ഇതാണ് സ്ത്രീകൾക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ നിന്നുള്ള ഘടകങ്ങളാണ്, ഇതിന്റെ ടെക്നോളജിയാണ് നിങ്ങൾക്ക് അതിന്റെ ഗുണമായി ഭവിക്കുന്നത്. ഒരു ചിപ്പിന്റെ മോഡലാണ് ഇതിനെ എത്ര തരം കണ്ടന്റ് അടങ്ങിയ ഈ ചിപ്പാണിത്? ഇതിൽ 4 ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്ന് ടീപോളിഫിനോൾ, ഗ്രാഫീൻ, അതുപോലെ ആനിയോൺ, മാഗ്നറ്റിക്. 4 കണ്ടന്റ് അടങ്ങിയ ഒരു ഹെൽത്തി പ്രൊട്ടക്ഷൻ ചിപ്പാണിത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലുള്ള ആയിട്ടുള്ളതുണ്ട്. ഈ ചിപ്പാണ് പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഈ 60 ml വെള്ളം അത് ഞാൻ ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് എത്രത്തോളം സ്ത്രീകളെ ഉപകാരത്തിൽ കൊണ്ടുവന്ന് നമുക്ക് അറിയിക്കാൻ പറ്റുന്ന ഒരു ഡെമോയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. കാരണം സ്ത്രീകൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് തീർത്ത് കളയാമെന്ന് ഇതിൽ നിന്ന് അറിയാം. അതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ സിറിഞ്ച് എടുക്കുകയാണ്. അതിലും ഇതേപോലെ തന്നെ 60 ml ആണ് വെള്ളമുള്ളത്. ഞാൻ ആ വെള്ളവും ഇതിലേക്ക് ഉപയോഗിക്കുകയാണ്. ഇതൊരു ട്രഡീഷണൽ പാഡാണ്, നമ്മൾ സാധാരണ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു പാഡ്. ഇത് കംഫി എന്ന് പറഞ്ഞൊരു കമ്പനി, കംഫി. അത് നമ്മൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു നാപ്കിൻ തന്നെയാണല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഞാൻ അതിലേക്ക് ഈ വെള്ളവും ഒഴിക്കുകയാണ്. മാഡം, ഇത് 3 ലെയറാണ് ഈ കംഫിക്ക് ഉള്ളത്. നമ്മുടെ ട്രഡീഷണൽ പാഡെല്ലാം 3 ലെയറാണ് ഉള്ളത്. പക്ഷേ ഇത് നമുക്ക് തിക്കായിരിക്കുന്നത് കാണാൻ പറ്റും. ചില സ്ത്രീകളോർക്കും അല്ലെങ്കിൽ കുട്ടികളോർക്കും തിക്കാണ്, കൂടുതൽ ബ്ലഡിനെ അബ്സോർഷൻ ചെയ്യുന്നുണ്ട്, ഇതിന് കട്ടിയുണ്ട്. പക്ഷെ 9 ലെയറായിട്ട് പോലും അത് തിന്നായിട്ടിരിക്കുന്നു. അപ്പോൾ സ്ത്രീകളോർക്ക് അയ്യോ ഈ തെന്നായിരിക്കുന്ന അവസ്ഥയിലേക്ക് ബ്ലഡ് അബ്സോർഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ശകിക്കുന്നവരുണ്ട്. പക്ഷെ ഇത് കൂടുതൽ ബ്ലഡ് എടുക്കുമെന്ന് അവർ വിചാരിക്കുന്നു, കൂടുതൽ വെറ്റാവാതിരിക്കുന്നു വിചാരിക്കുന്നു. ഇത് കാണുമ്പോൾ ഇത് തീരെ കട്ടി കുറവാണല്ലോ, ഇത് വെറ്റാവും പെട്ടെന്നാണ് സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ ധരിക്കുക. അതുകൊണ്ട് അവർക്ക് ഇതിൽ ആദ്യത്തെ നിലയിൽ കാഴ്ചയിൽ കംഫർട്ടബിൾ ആയിട്ട് വന്നു. എന്നാൽ ഗവൺമെന്റ് പഠനങ്ങൾ പറയുന്നു ഇതിൽ പ്ലാസ്റ്റിക്കിന്റെ ലെയറാണ് ഉള്ളത്. ഈ പ്ലാസ്റ്റിക്കിന്റെ ലെയറിലേക്ക് ബ്ലഡ് വീഴുമ്പോൾ അത് ക്യാൻസർ കോശങ്ങളെ സൃഷ്ടിക്കുന്ന കെമിക്കൽസ് പുറപ്പെടുവിക്കും. എന്ന് മുതൽ പ്ലാസ്റ്റിക് പാഡ് വന്നോ അന്ന് മുതൽ ഗർഭാശയ ക്യാൻസർ വന്നു എന്നാണ് കൃത്യത്തിൽ മനസ്സിലാക്കാൻ പറ്റും. മാഡം കണ്ടത് ഇതിൽ ആർട്ടിഫിഷ്യൽ പെർഫ്യൂം ഉണ്ട്. ഈ പെർഫ്യൂം അവരുടെ യൂട്രസിനെ, കിഡ്നി, ലിവറിനെ തകർക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിനെ വളരെ നോർമൽ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നൈസ് ആക്കാൻ വേണ്ടി കലർത്തുന്ന ഫാലക്സ് എന്ന ഘടകം അത് വന്ധ്യതയും അവർക്കുണ്ടാകുന്ന കുട്ടികളിൽ ഓട്ടിസവും സൃഷ്ടിക്കാൻ അത് ഉതകുന്നു. അടുത്ത പ്രശ്നം, ഇതിൽ നനവുണ്ട് മാഡം. ഈ നനവ് അത് ഇറിറ്റേഷനിലേക്ക്, ചൊറിച്ചിൽ, അലർജി, ഇച്ചിങ് അങ്ങനെയുള്ള ഘടകങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബാറ്റ്സ്മെൻ ഉണ്ടാകുന്ന ബാക്ടീരിയകൾ ഇതിൽ നിറഞ്ഞിരിക്കുന്നു, ഫംഗസ് നിറഞ്ഞിരിക്കുന്നു. അത് യൂറിനറി ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പ്, അതുപോലുള്ള കുറേ പ്രശ്നങ്ങളിലേക്ക് അത് പോകുമ്പോൾ ഇതിന്റെ സൈഡ് പ്ലാസ്റ്റിക് മുഖാന്തരം വളരെ റഫായിരിക്കും. ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് ഇത് ഒരഞ്ഞൊരഞ്ഞ് തുടങ്ങി റാഷസും ഉണ്ടാകും. ഇത്രയും പ്രശ്നങ്ങളുടെ കലവറയാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ട്രഡീഷണൽ പാഡ് എങ്കിൽ നമുക്കതിന് കൃത്യമായ റെമഡിയാണ് ഇവിടെ കിട്ടുന്നത്. ഇനി മാഡത്തിന് അതിനെങ്ങനെ മനസ്സിലാക്കുമെന്ന് അറിയാൻ വേണ്ടി, മാഡം ഈ ഇതിൽ നമുക്ക് ടച്ച് ആൻഡ് ഫീൽ എന്നൊരു ഘടകമുണ്ട്. അതിനായിട്ട് മാഡത്തിന് 2 കൈയും ഇതിൽ വെച്ചിട്ട് ഒന്ന് ശരിക്കും അമർത്തിയിട്ട് മാഡം ഒന്ന് കാണിച്ചു കൊടുത്തേ എങ്ങനെ ഉണ്ടാവുന്ന കയ്യിലെ നനവിന്റെ അവസ്ഥ, വെറ്റാവുന്ന അവസ്ഥ. ഒന്ന് ഇതില് ഒരു തുള്ളി വെള്ളമില്ല, ഇതിലാണ് വെള്ളം ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടോ, ഒഴുകുന്ന രീതിയിൽ വെള്ളം വന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ലെവലിലാണ് ഈ പട് കണ്ടോ, കൈ നനഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ഞാൻ എന്ത് കാണിച്ചിട്ടും കയ്യില് നനവ് ഒരു തുള്ളി പോലും ഇല്ല.
നോക്ക് മാഡം, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ഇതുകൊണ്ട് വെള്ളം ഒഴുകുന്നുണ്ടോ. അപ്പം ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടെങ്കിൽ കണ്ടോ, കാണുന്നില്ല മാഡം വെള്ളം ഒഴുകുന്നത് ആണ് എങ്കിൽ ഈ വെള്ളം ഒഴുകുന്ന ഉണ്ടോ, വെള്ളം ഒഴുകുന്നുണ്ടോ ഇങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ എത്ര അമർത്തിയാലും ഒരല്പം പോലും വെള്ളം ഇല്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇല്ലേ, ഒരു നനവും പറ്റുന്നില്ലോ, അതിൽ വലിഞ്ഞു പോയി. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി നമുക്ക് പ്ലാസ്റ്റിക് കൊണ്ടൊന്ന് തെളിക്കാൻ പോവാണ് മാഡം. ഇത് കാണുന്നുണ്ടല്ലോ, വളരെ ക്ലിയർ ആയിട്ട് ഇതിലെ പ്ലാസ്റ്റിക് നമുക്ക് എടുക്കുന്നത് കാണാൻ പറ്റും അല്ലേ, കട്ട് ചെയ്ത് പോയി. ഇനി ഈ ഞാൻ ഈ വസ്തു ഇവിടെ ഇങ്ങോട്ട് വെക്കാണ്. അത് ഇതിന്റെ ഒന്നാമത്തെ ലെയർ നമുക്കിവിടെ പറിച്ചെടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ കോട്ടൺ ഇത് വളരെ സോഫ്റ്റ് ആണ്. ഈ സോഫ്റ്റായ കടകം ഇത് ജർമ്മൻ ക്വാളിറ്റിയുള്ള കൃത്യതയോടുള്ള കോട്ടൺ. ഇതിനകത്താണ് ഈ 10 ടെക്നോളജികൾ ഉള്ളത്. അതിനുള്ളിൽ നമുക്ക് 4 ചിപ്പുകൾ കൂടിയ നാല് ചിപ്പ് അല്ലേ, 4 ചിപ്പുകൾ അതിൽ അടങ്ങി, 4 ചിപ്പ് അടങ്ങിയ നാനോ ടെക്നോളജി. ഇന്നെല്ലാം നാനോ ടെക്നോളജി ആണല്ലോ. അപ്പൊ ആ നാനോ ടെക്നോളജിയിലൂടെ നമ്മുടെ ഹെൽത്തിനെ ഹൈജീൻ ചെയ്യുന്ന ഒരു ചിപ്പാണ് ഇത്. മാഡം ഇത് കൈകൊണ്ട് തൊട്ട് നോക്കി സോഫ്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി. തീർച്ചയായിട്ടും നല്ല സോഫ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ്നെസ് ടിഷ്യൂവിന്റെ അവസ്ഥയാണ് ഇത് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ മാഡം നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം അങ്ങനെ ആയിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം അത് റാഷസ് ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കുന്നു ആ സോഫ്റ്റ്നെസ്. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് മാഡം നോക്കി രണ്ടാമത്തെ ലെയർ ആണിത്. ഈ രണ്ടാമത്തെ ലെയർ അത് പ്ലാസ്റ്റിക് ആണോ അല്ലയോ എന്ന് മാഡം നോക്കി കാണാം. പ്ലാസ്റ്റിക് അല്ല, സാധാരണ ഇതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇത് എന്തോ കീറി പോകുന്ന ഒരു തരം ടിഷ്യൂ. ഇത് എന്തുവാ കോട്ടൺ കൊണ്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. കോട്ടൺ മെറ്റീരിയൽ വളരെ നൈസ് ആയിട്ടുള്ള, വളരെ നൈസാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട് ഇതെല്ലാം പിടിക്കാനും. എന്താ പറയാ, ചമ്മി പോകുന്ന രീതിയിൽ അല്ലേ. അതെ മാഡം, അതിന്റെ മൂന്നാമത്തെ ലെയർ ആണിത്. മൂന്നാമത്തെ ലെയറും വളരെ സോഫ്റ്റ് ഇല്ലെന്ന് നോക്കി. സൂപ്പർ സോഫ്റ്റ് ആണ്. ഇതും നല്ല സുഖമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതില് ചെറിയ ചെറിയ ഹോൾസുകൾ ഉണ്ടല്ലോ, ഇതായിരിക്കും. അതാണ് മാഡം, ഇതെല്ലാം ബ്രീത്തബിൾ ആണ് എല്ലാ ലെയറുകളും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. കാരണം നിങ്ങളുടെ ഓർഗൻ ബ്രീത്തബിൾ ആണ്. അതുപോലെ തന്നെ ഈ പിന്നെ മെറ്റീരിയലും ഇതാണ് മാഡം. ഇത് 5ഉം 6 ലെയർ ആണ്, സോറി 4ഉം 5ഉം ലെയർ ആണ്. അത് കോട്ടൺ അരച്ചുണ്ടാക്കിയ ഒരു മെറ്റീരിയൽ ആണ്. പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക്കിൽ ഒരു സാന്നിധ്യം പോലും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അല്ലേ മാഡം, ഫീൽ ചെയ്യുന്നില്ല? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേപ്പറൊക്കെ കത്തിക്കുന്ന കത്തിച്ച് കളയാൻ പറ്റും. തീർച്ചയായിട്ടും പേപ്പർ കത്തിപ്പോകുമ്പോൾ തുണി കത്തിപ്പോകുമ്പോൾ കത്തിപ്പോകും മാഡം. ഇതിനകത്തെ ലാസ്റ്റ് ഒരു ലെയർ ആണ്, അത് ഒരു ലാമിനേഷൻ പേപ്പറാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ നശിപ്പിച്ച് കളയാൻ പറ്റും. ഇതും ബ്രീത്തബിൾ ഏരിയയിലുണ്ട്, ഹോളുകളുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് എടുത്ത് കളയാൻ പറ്റുന്ന പേപ്പറാണ്. മാഡത്തിന് ഫീൽ ചെയ്യില്ല പേപ്പറായിട്ട്? ടിഷ്യൂ പേപ്പർ ആണ് അല്ലേ? അതെ, അതൊരു ലാമിനേഷൻ പേപ്പറാണ്. ഗമ്മ് വെക്കാൻ വേണ്ടിയിട്ട്, ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് 6 ലെയർ ഞാൻ ഇതുവരെ മാഡത്തിന് തന്നു. അതിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കണ്ടന്റ് കിട്ടിയോ? പ്ലാസ്റ്റിക് കണ്ടന്റ് ഒന്നും പോലും കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് 3 ലെയറോടെ വേണം, കാരണം 9 ലെയർ ആണല്ലോ. അത് 3 ലെയർ ആണ്. ഇത് സുമിറ്റോമോ എന്ന പേരുള്ള ജപ്പാൻ നിർമ്മിത ജെല്ലാണ്. ഈ ജെല്ല് സോഡിയം അബ്സോർബന്റ് ജെല്ലാണ്. സോഡിയം ക്ലോറൈഡ് ആണ് ഇതിന്റെ ഒരു ബേസ്. സോഡിയം ക്ലോറൈഡ് പറഞ്ഞാൽ ഉപ്പാണ്. ഉപ്പിൽ നമ്മുടെ കരയിലുള്ള ബാക്ടീരിയോ ഫംഗസോ ജീവനോട് ഇരിക്കില്ല. അതുകൊണ്ടാണ് ഉപ്പിലിടുന്ന മാങ്ങ കേടാകാതിരിക്കുന്നത്. കാരണം ബാക്ടീരിയയും ഫംഗസും തന്നെയാണ് ഇതിനൊക്കെ നശിപ്പിച്ച് കളയുന്നത്, ഇല്ലാണ്ടാക്കുന്നത്. ഉപ്പിലിടുന്ന മത്സ്യം ചീഞ്ഞു പോകുന്നുണ്ടോ? കാരണം അവിടെ ഫംഗസിനെയും ബാക്ടീരിയയും കയറാൻ ഈ ഉപ്പ് അനുവദിക്കില്ല. അപ്പോൾ ഉപ്പിന്റെ ഈ ഘടകം ഇവിടേക്ക് വന്നു ചേരുന്ന ബ്ലഡിൽ അന്തരീക്ഷത്തിൽ നിന്ന് കയറി വരുന്ന ബാക്ടീരിയ ഫംഗസിനോ കയറാൻ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നു. ഇനി 3 ലെയർ വേണമല്ലോ. ഈ 3 ലെയർ, ഒന്ന് ആന്റി ബാക്ടീരിയൽ ടെക്നോളജിയാണ്, രണ്ടാമത് ഫാർ ഇൻഫ്രാറെഡ് റേസ് എന്ന് പറയുന്ന ഘടകമാണ്, മൂന്നാമത് അലോവരുടെ ഹെർബൽ കൂളിംഗ് എഫക്റ്റ് ആണ്. ഇനി ഞാൻ ഇതില് 60 ml വെള്ളം ഒഴിച്ചു. മാഡത്തിന് നനവൊന്നും കിട്ടിയോ? ഒരല്പം പോലും കിട്ടിയില്ല അല്ലെ? എന്റെ കയ്യിൽ കയ്യിൽ ഒരു അല്പം പോലും നനവ് കിട്ടുന്നില്ല. ഇല്ല. ഇനി മാഡം നമ്മൾ 60ന്റെ കൂടെ ഒരു 250 ml
വെള്ളവും കൂടെ ഇതെടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഞാൻ ഇത് ഇട്ട് വെക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റുന്ന സാധനം എന്താണെന്ന് നോക്കാം. മാഡം ഇത് കണ്ടല്ലോ, ഇതിലേക്ക് ഇടുന്ന കണ്ടല്ലോ, കണ്ടു. ഇനി ഇത് അല്പസമയം ഇവിടെ ഇരിക്കട്ടെ മാഡം. സാറില്ല, ഇവിടെ ഇരിക്കുമ്പോ ക്യാമറയും കൂടെ കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മുടെ മക്കള്, നമ്മുടെ സ്ത്രീകൾ, കുട്ടികൾ അവരൊക്കെ ഉപയോഗിക്കുന്ന ഈ പാഡ്, ട്രഡീഷണൽ പാഡ് എന്താണെന്ന് നോക്കിക്കേ. വലിഞ്ഞു വരുന്നില്ല, അത് വെറും ക്വാളിറ്റി കുറഞ്ഞൊരു പ്ലാസ്റ്റിക് ആണ്. ഈ പ്ലാസ്റ്റിക്കിലേക്കാണ്, പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഠനങ്ങൾ പറയുന്നത് പ്ലാസ്റ്റിക് ഊരി അതിന്റെ പുക ശ്വസിച്ചാൽ 52 തരം ക്യാൻസർ ഉണ്ടാവും എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവിടേക്ക് ഈ മെൻസ്ട്രുവൽ ബ്ലഡ് വന്ന് അടിഞ്ഞു കൂടുമ്പോൾ ഇവിടെ രാസമാറ്റം സംഭവിക്കുകയും ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഫോം ചെയ്യുകയും ഇത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യൂട്രസിലേക്ക് പോകുന്നു, യൂട്രസിനെ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മാഡത്തിന്റെ കൈ ഒന്ന് കാണിച്ചേ. ഈ കൈ ഇപ്പോൾ ഇത് സോഫ്റ്റ് ആണോ, റഫ് അല്ലേ? സാധാരണ സ്ത്രീകൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് കാരണം ഇതൊക്കെ കിട്ടാനുള്ളൂ. ഇത് കൊണ്ട് നടക്കുമ്പോൾ അവരുടെ തുടയിൽ എന്ത് സംഭവിക്കുന്നു, ഒരഞ്ഞൊരഞ്ഞ് നടക്കുമ്പോൾ റാഷസ് ഉണ്ടാകുന്നു. ഇതിന് കാരണം പക്ഷെ ഞാൻ ആദ്യം നിന്ന മെറ്റീരിയലോ ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റ് അല്ലേ? ഈ സോഫ്റ്റ് ഉള്ള അവസ്ഥയില് മാഡം ഒന്ന് ഉരച്ചു നോക്കിയാൽ മാഡത്തിന് അത് മനസ്സിലാവും അല്ലേ? ഒന്ന് ഉരച്ചു നോക്കി, അതുപോലെ തന്നെ ഉരച്ചു നോക്കി, സോഫ്റ്റ് അല്ലേ? ആണ്. ഇതിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ, ഒരയുന്നു. പക്ഷെ ഇത് ഒരു ഫെദർ ടച്ച് പോലെ ഫീൽ ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെയാണെങ്കിൽ മാഡം അതിന്റെ രണ്ടാമത്തെ ലെയർ ഞാൻ എടുക്കാം. ഒരു ലെയർ ആയി കാണിച്ചു ഞാൻ, കേരൻ സ്റ്റെപ്പിൽ 9 ലെയർ കാണിച്ചെങ്കിൽ ഇതിൽ രണ്ടാമത്തെ ലെയർ ആണിത് മാഡം. ഇതും വളരെ മോശമായിട്ടുള്ള ചീപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ലെയർ മാത്രം. ഇത് എത്രത്തോളം അപകടത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും, എന്തിനു പറഞ്ഞു, ഒരു ടീച്ചേഴ്സിന് പോലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അവർക്കും അതിനെക്കുറിച്ച് അറിവില്ല. ഇനി മാഡം മൂന്നാമത്തെ ലെയർ കഴിഞ്ഞു, 2 ലെയർ കഴിഞ്ഞു, മൂന്നാമത്തെ ലെയർ ആണ്. ഇത് കാണുമ്പോൾ സാധാരണ സ്ത്രീകൾ എന്താണ് ഇതെന്ന് ചോദിക്കുമ്പോൾ കോട്ടൺ ആണെന്ന് പറയും അല്ലേ? കാണുമ്പോൾ കാഴ്ചയിൽ കോട്ടൺ പോലെ തോന്നുന്നു. എങ്കിൽ യഥാർത്ഥ അവസ്ഥ നോക്കൂ മാഡം. ഇതിലേക്ക് വരുന്ന ബ്ലഡ് ഒരു തുള്ളി മാത്രം വന്നാൽ പോലും അതിങ്ങനെ ഇവിടെ ഉണ്ടാവും, എവിടെയും പോവില്ല. 10 തുള്ളി വന്നാൽ മാഡം ഇങ്ങനെ ഉണ്ടാവും. 100 തുള്ളി ബ്ലഡ് വന്നാൽ 100 തുള്ളി ഇവിടെ ഉണ്ടാവും. ഈ നനം വലിയ അപകടത്തിന് കാരണമാകുന്നു. നിറയെ ഫംഗസിനെയും ബാക്ടീരിയയും കൾച്ചർ ചെയ്തൊരു ഫാക്ടറി ആയിട്ട് ഈ പാഡ് മാറുകയാണ്. കണ്ടോ, ഇത്രയും വെള്ളം, ഒഴിച്ച വെള്ളം കൂടെ വന്നു. ഇനിയും ഇത് ഞെക്കിപ്പിടിച്ചാൽ കിട്ടും മേഡം, കാരണം അത്രയും അതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി നമ്മൾ ഈ കോട്ടൺ വിചാരിക്കുന്ന ഈ മെറ്റീരിയൽ എന്താണെന്ന് മാഡത്തിന് നോക്കിയാൽ കാണാൻ പറ്റും. മാഡം ഇതൊന്ന് വിടർത്തി ഓപ്പൺ ആക്കി നോക്കിയാൽ മാഡത്തിന് മനസ്സിലാവും എന്താണെന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പേപ്പർ ആയിട്ടാണ് തോന്നിക്കുന്നത് മാഡം. ഇത് പേപ്പർ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഗുജരികളും അല്ലെങ്കിൽ ആക്കറുകളൊക്കെ വന്ന് പെറുക്കിക്കൊണ്ട് പോകുന്ന പഴയ നോട്ട് ബുക്കുകൾ, പഴയ പത്രങ്ങളൊക്കെ കൊണ്ടുപോയി ഫാക്ടറിയിൽ എത്തിച്ച് അരച്ച് വീണ്ടും ബ്ലീച്ച് ചെയ്ത് വെളുപ്പിച്ചെടുക്കുന്ന ഒരു കെമിക്കൽ നിറഞ്ഞ ടിഷ്യൂ പേപ്പർ മാത്രമാണിത്. തീർച്ചയായിട്ടും ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇതിലാണ് ഈ ആർട്ടിഫിഷ്യൽ പെർഫ്യൂം ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഒരു അപകടകാരിയാണ്, കൊലയാളിയാണ്. ഇതൊന്നും അറിയാതെ നമ്മുടെ സ്ത്രീകളും കുട്ടികളും ഇതിൽ നിൽക്കുകയാണ്. വലിയ പ്രശ്നമാണ് മാഡം. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരമാവുകയാണ് കേരൻ സേഫ്. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഗ്ലാസ്സിൽ 60 ml പ്ലസ് ഒരു 250 ml, അവർ 300 ml അടുത്തുള്ള വെള്ളം ഉണ്ടായിരുന്നു ഈ ഗ്ലാസ്സിൽ. അതെന്താണെന്ന് നോക്കിയാൽ മാഡം വരില്ല, അത് വളരെ അവിടെ ടൈറ്റായി നിൽക്കുകയാണ്. ഇനി മാഡം ഇതൊന്ന് വിരലിട്ട് നോക്കി, അങ്ങോട്ട് നോക്കിക്കേ. കയ്യിൽ നനവ് കിട്ടിയോ? ഇല്ല. ഇനിയും വെള്ളം ഒഴിച്ചാലും ഇത് അതിനെ അബ്സോർഷൻ ചെയ്യും. അതാണ് അലോവേരയുടെ ഹെർബൽ കൂളിംഗ് എഫക്ട്. ഇത് ഈ പാഡ് ഉപയോഗിക്കുമ്പോൾ സ്ത്രീകൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തണുപ്പിന്റെ ഒരു അവസ്ഥ അവിടെ കിട്ടും. അത് ഭയങ്കര സമാധാനത്തിൽ, കൂൾ മൈൻഡിൽ പീരീഡ്സ് കാലത്ത് എത്തിക്കാൻ തക്കവണ്ണം സ്ത്രീകളെ പ്രാപ്തരാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പീരീഡ്സ് ഡേ ഒരു എൻജോയ് ഡേ ആയിട്ട് തീർച്ചയായിട്ടും ഈ കേരൻ സേഫ് സ്ഥിരമായി ഉപയോഗിച്ചാൽ പീരീഡ്സ് കാലം നരക തുല്യ ദിനങ്ങളിൽ നിന്നും സ്വർഗതുല്യ ദിനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് ഉതകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഭവം. ഇനി നമുക്ക് കാണാൻ പറ്റും ഇതെങ്ങനെ നമുക്ക് നശിപ്പിച്ച് കളയാം. ഏറ്റവും കൂടുതൽ ഈ പാഡിനെ കുറിച്ച് ഓർക്കുമ്പോൾ സ്ത്രീകൾക്കും സമൂഹത്തിനും പേടിയുള്ള കാര്യമാണ് ഇത് ഡിസ്പോസ് എങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇത് ഉപ്പാണ്. ഉപ്പ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നത് നേരത്തെ സോഡിയം ക്ലോറൈഡിന്റെ കാര്യങ്ങളായിരുന്നു ബേസ് ആയിട്ടുള്ളതെങ്കിൽ ഞാൻ 1 സ്പൂൺ കറിയുപ്പ് എടുക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് ഞാനത് ഇടുന്നു മേഡം. അതൊന്ന് ഇളക്കി നോക്കിക്കാൻ അല്പ സമയം കൊണ്ട് എന്ത് സംഭവിക്കും നമുക്ക് കാണാം.
ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ക്ലോസറ്റിൽ വീണാൽ ഇത് ഈ ജെല്ല വെള്ളം മുഴുവൻ വലിച്ചിട്ട് ജെല്ലായിട്ട് കിടക്കൂലേ? അല്ല, ഇല്ല. അത് നമ്മൾ ക്ലോസറ്റിലേക്ക് ഇതൊന്നും അധികം ചെയ്യേണ്ട ആവശ്യമില്ല. ഉപ്പൊന്നും ഇടണ്ട. നമ്മുടെ ഉപയോഗത്തിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്തിട്ട് ക്ലോസറ്റിൽ ഇട്ട് ഫ്ലഷ് ചെയ്യുക. അപ്പോൾ ഇത് സംഭവം ടാങ്കിലേക്ക് എത്തും. നമ്മൾ കഴിക്കുന്ന ഉപ്പും അതിന്റെ ഘടകങ്ങളൊക്കെയും നമ്മുടെ മലത്തിലൂടെയും മൂത്രത്തിലൂടെയും യഥാർത്ഥത്തിൽ ടാങ്കിലേക്ക് തന്നെയല്ല എത്തുന്നത്. ഈ ബ്രേക്ക് എത്തുന്ന അവിടെ എത്തുന്ന പാഡിൽ ഉണ്ടാവുന്ന ജെല്ല് കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ കോട്ടനേ ഉള്ളൂ. ആ ജെല്ല് മുഴുവൻ ഒരു 5 മിനിറ്റ് കൊണ്ട് മുഴുവൻ വെള്ളമായി തീർന്നു. പിന്നെ ബാക്കിയുള്ള കുറച്ച് കോട്ടൺ അതൊരു 3-4 ദിവസം കൊണ്ട് അത് ലഭിച്ച് ആ മരത്തിൽ ചേരും. പക്ഷെ സാധാരണ നാപ്കിൻ, നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ നാപ്കിൻ ടാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാലും വീർത്ത് കിടക്കും. പ്ലാസ്റ്റിക് കൊണ്ട് നശിച്ചു പോയില്ല. കത്തിക്കാനും പറ്റില്ല മാഡം. കാരണം കത്തിക്കുമ്പോൾ പ്ലാസ്റ്റിക് പാഡ് ആയതുകൊണ്ട് അതിൽ ഡയോക്സിനും കാർബൺ മോണോക്സൈഡും ഭൂമിയിലേക്ക് വരും. അത് ക്യാൻസർ മുതലുന്ന ഘടകങ്ങളായി മാറുന്നെങ്കിൽ നമ്മുടെ പാഡ് കത്തിച്ചും കളയാം. കാരണം അതിൽ പ്ലാസ്റ്റിക്കിന്റെ കണ്ടന്റ് ഇല്ല. പൂർണ്ണമായിട്ടും ഓർഗാനിക് ആയിട്ടുള്ള ഘടകങ്ങളായതുകൊണ്ട് തന്നെ ഭൂമിക്ക് അന്തരീക്ഷത്തിലേക്ക് ഒരു പ്രശ്നങ്ങളെയും അത് സൃഷ്ടിക്കപ്പെടുന്നില്ല. ഇനി മണ്ണിലിട്ടാലും പ്രശ്നമില്ല. കാരണം അതിൽ ഫംഗസും ബാക്ടീരിയയും ഇല്ല എന്നുള്ളതാണ്. അത് മണ്ണിൽ കിടന്നാലും ലഭിച്ചു പോകും. ഓക്കെ, ഇനി നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം ഞാൻ മാഡത്തിനോട് പറഞ്ഞത് ഉപ്പ് ഇടാൻ പറഞ്ഞു. ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അതിൽ മുഴുവൻ പച്ചവെള്ളമായി മാറി. മുഴുവൻ പച്ചവെള്ളമായിട്ട് മാറി. അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ഇതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്ന കാര്യം ഇത് എല്ലാം ലയിച്ചു പോകും. ഓക്കെ മാഡം. ഓക്കെ, അങ്ങനെയെങ്കിൽ എനിക്കൊരു സംശയം. ഇന്നത്തെ കാലത്ത് PCOD PCS എന്ന് പറഞ്ഞ അസുഖം പെൺകുട്ടികളിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ കുട്ടികൾക്ക് ഈ പാഡ് ഉപകാരമാണോ? തീർച്ചയായിട്ടും. ഇത് PCOD PCOS രോഗങ്ങൾ കളയുന്ന ഘടകമായിട്ടുള്ളത് ഇതിൽ ഉണ്ടാവുന്ന ആനിയോൺ എന്ന ഘടകമാണ്. ആനിയോൺ ഈ ഹോർമോൺ വ്യതിയാനത്തെ പരിഹരിക്കുന്നു. ഒപ്പം തന്നെ അവരുടെ പീരീഡ്സ് അതിനെ റെഗുലർ ആക്കുന്ന അവസ്ഥയിലേക്ക് PCOD കുറച്ചുകൊണ്ട് പോകുന്നു. ഒപ്പം നമുക്ക് ഒരു കാര്യം എനിക്ക് സൂചിപ്പിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കും മേഡം, സ്ത്രീകൾക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഈസ്ട്രജൻ. ഈസ്ട്രജൻ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവരുടെ കുറേ കാര്യങ്ങളെ സ്ത്രീകളുടെ രൂപത്തിൽ നയിച്ചുകൊണ്ട് പോകാൻ ഘടകമാകുന്നു. ഈസ്ട്രജൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നരകതുല്യമായ ജീവിതമായി മാറുന്നു. എന്നാൽ ഇന്ന് സ്ത്രീകളിൽ പലരിലേക്കും ഈസ്ട്രജൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ കാണാനുണ്ട്. നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടായാൽ ഗർഭാശയത്തിൽ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു ഘടകമാണ് ഈസ്ട്രജന്റെ ഒരു പ്രാധാന്യം. അത് ഇല്ലാണ്ടായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് 50% വർദ്ധിക്കും. ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് 50% വർദ്ധിക്കും. അതുപോലെ തന്നെ അവർക്ക് ശരീരം മുഴുവൻ ഹീറ്റ് ആയിരിക്കും. ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൂടി വരും. അതുപോലെ തന്നെ അവരുടെ കയ്യിലും കാലിൻ്റെയും ജോയിൻസിൽ കുത്തിപ്പറിക്കുമ്പോൾ വേദനയായിരിക്കും. അവർക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ശരീരത്തിന് ബലമില്ലായ്മ അവർക്ക് അനുഭവപ്പെടും. ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഈസ്ട്രജന്റെ സാന്നിധ്യക്കുറവാണ്. ഈസ്ട്രജൻ ഇല്ലാണ്ടായ്മയാണ്. പക്ഷെ സ്ത്രീകൾക്ക് ഈസ്ട്രജൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം, അത് ഏക സ്ഥലം എന്ന് പറയുന്നത്, അത് നിർമ്മിക്കുന്ന അതിന്റെ ഫാക്ടറി എന്ന് പറയുന്നത് സ്ത്രീകളുടെ യൂട്രസിനോട് ചേർന്നിരിക്കുന്ന ഓവറിയാണ്. അപ്പോൾ ഓവറിയും ഈ പറഞ്ഞ ഗർഭപാത്രം അല്ലെങ്കിൽ യൂട്രസും എവിടെ വരെ വേണ്ടി വരും മാഡത്തിന്റെ അഭിപ്രായത്തിൽ? മരണം വരെ വേണം. ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ സ്ത്രീകളുടെ ജീവിത യാത്രയിൽ ഈ പറയുന്ന ഈസ്ട്രജൻ നിന്ന് പോകുന്നു. കാരണം അവരുടെ യൂട്രസ് റിമൂവ് ചെയ്ത് കളയേണ്ടി വരുന്നു. ഇതിനെക്കുറിച്ച് ഒരു പ്രാധാന്യം പോയ സ്ത്രീകൾക്കാണ് മനസ്സിലാവുക. എൻ്റെ യൂട്രസ് പോയതിനു ശേഷം വലിയ പ്രതിസന്ധിയിലേക്കാണല്ലോ പോകുന്നത്. അപ്പം അത് പോവാതെ കാത്തു സൂക്ഷിക്കുക. അതിനുള്ള ഏറ്റവും വലിയ ഉപാധിയായിട്ട് നമുക്ക് മാറും. ഈ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടട്ടെ. ഇതിൻ്റെ നന്മയും സുഖവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ചെറിയ വിലയിൽ നിങ്ങൾക്കത് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഓക്കെ മാഡം, ഇതുണ്ട് ഞാൻ വെള്ളം കണ്ടോ, ഇത് മുഴുവൻ വെള്ളമായി കഴിഞ്ഞു അല്ലേ? ഇനി ബാക്കി എന്നുള്ള കുറച്ച് കോട്ടൺ എങ്ങനെയാണ് നശിപ്പിക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു സാർ. വലിയൊരു ഇൻഫർമേഷൻ ആണ് സാർ നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു സാനിറ്ററി പാഡ് അത് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ പല രോഗങ്ങൾക്കും അതൊരു മെഡിസിൻ ആണ്. ഇതൊരു 5 month മെഡിസിനബിൾ കിറ്റാണ്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ സ്ത്രീകൾ നമ്മളെ സ്വയം സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ തന്നെ സ്വയം സംരക്ഷണം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്
അപ്പോൾ പറയാൻ വന്നത് എല്ലാവരും ഈ പാഡ് വാങ്ങി ഉപയോഗിക്കുക. ഈ പാഡിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. വേണ്ടവർ അത് വാങ്ങി ഉപയോഗിക്കാം.